ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സ്വിഗ്ഗിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ആറാമത്തെ വീഡിയോ ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് സ്വിഗ്ഗി തന്നെ ഫുഡ് ഡെലിവറി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രോസറി വരുന്നുണ്ട്. ഈ രണ്ട് സംഭവം ഉണ്ടെന്നുള്ളത് എനിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അറിയായിരുന്നു. കാരണം ഇപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞു, 4-ാമത്തെ ആഴ്ച, ഒരു മാസം ആവാറായിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ട്. പക്ഷേ ഗ്രോസറി അതെന്താണ്, എങ്ങനെയാണ് കൊണ്ടുകൊടുക്കേണ്ടത്, കാര്യങ്ങൾ വിശദമായിട്ട് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. വല്ല ഷോപ്പിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫുഡ് ഡെലിവറിയും അതുപോലെ തന്നെ ഗ്രോസറിയും എല്ലാം വരുന്നുണ്ട്. അത് കഴിഞ്ഞൊരു മാസം കഴിയുമ്പോഴാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഫുഡ് വേണമെങ്കിൽ ഫുഡ്, അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് വേണമെങ്കിൽ അതിലേക്ക് മാറാം, അങ്ങനത്തെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം ഓടിയാൽ, അല്ലെങ്കിൽ 3 ആഴ്ച ഓടിയാൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഫുഡ് ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് ഹോട്ടലിൽ പോകുന്നു, നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ, മെയിനായിട്ട് ഹോട്ടലിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ കൂടുതൽ അടിക്കുള്ളൂ ഓർഡർ വരുള്ളൂ. ആ ഹോട്ടലിൽ പോയിട്ട് ഓർഡർ എടുത്തതിന് ശേഷം കസ്റ്റമർ ലൊക്കേഷൻ ഉണ്ടാവും, ആ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ഒരു ഓർഡർ അവിടെ അവസാനിച്ചു. വീണ്ടും നമുക്ക് ഏതെങ്കിലും ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ അടിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഓർഡർ വരും. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇത് കാണിക്കും നമുക്ക് ഏത് ഹോട്ടലിലാണ് ഇപ്പോൾ പെട്ടെന്ന് ഓർഡർ വരാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ഈ ഗ്രോസറി വരുന്നുണ്ട്. അത് കൂടാതെ വേറെ വന്നിട്ടുള്ളത്, ചില സമയത്ത് ഫാർമസിയിൽ നിന്നൊക്കെ അടിക്കും. ഇപ്പോൾ ഹോമിയോ അതല്ലെങ്കിൽ നോർമൽ ഫാർമസിക്കൊക്കെ അടിക്കും, ഓർഡർ വരും. ആ ഫാർമസിയിൽ പോയിട്ട് മരുന്നെടുത്തിട്ട് കസ്റ്റമറുടെ വീട്ടിലെത്തിച്ചു കൊടുക്കണം. അതുകൂടാതെ പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ഫയല് അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് എടുത്തിട്ട് വേറൊരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലേക്ക്, അതുപോലെ വേറൊരു വീട്ടിൽ നിന്ന് ഒരു തുണി ഐറ്റംസ്, ഇപ്പോൾ ഡ്രസ് ഐറ്റംസ് എടുത്തിട്ട് അവരെ ബന്ധുക്കളുടെ ആരെങ്കിലും മറ്റൊരു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനത്തെ എല്ലാ ഓർഡറും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഫസ്റ്റത്തെ ഒരു ടൈമിൽ. അത് കഴിഞ്ഞ് നമുക്കൊരു മാസം കഴിഞ്ഞാൽ തീരുമാനിക്കാം ഏത് വേണമെന്നുള്ളത്. പിന്നെ വരുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റാമാർട്ടിൽ ഗ്രോസറി ഐറ്റംസ് വരുന്നത്. ഇൻസ്റ്റാമാർട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പുകളിലും പോയിട്ടല്ല നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. ഇൻസ്റ്റാമാർട്ട് നമുക്ക് ഓർഡർ വരുന്നത് ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സോണിൽ ഇൻസ്റ്റാമാർട്ടിൻ്റെ തന്നെ ഒരു ഗോഡൗൺ അല്ലെങ്കിൽ ഒരു ഷോപ്പ്, ഒരു ഇതവിടെ ഉണ്ട്. അതിൽ ആ ഭാഗത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ ചിക്കിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, പുതുതായിട്ട് വരുന്നവരോടാണ് എന്താ പറയുന്നത്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്ന് കഴിഞ്ഞാലാണ് ഓർഡർ അടിക്കുന്നത്. അവിടെ ഓർഡർ അടിക്കും, നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്പർ ഉണ്ടാവും. ഇപ്പോൾ 1 തൊട്ട് 20 വരെ 30 വരെ നമ്പർ ഉണ്ട്. ഒരു നമ്പർ അടിക്കും. അപ്പോൾ ആ ഒരു നമ്പർ ഇപ്പോൾ 20 ആണെങ്കിൽ 20 നമ്പർ റാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള പ്രൊഡക്റ്റ് അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അതെടുത്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ലൊക്കേഷൻ വരും, അത് കൊണ്ടുകൊടുക്കാം. അത് കൊടുത്തിട്ട് നേരെ തിരിച്ചു വന്നാൽ മതി ഈ ഇൻസ്റ്റാമാർട്ടിക്ക് തന്നെ. അപ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള സംഭവം ഈ ഹോട്ടലിലത്തെ ആണെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിക്കുന്നത് ചിലപ്പോൾ അതിനപ്പുറത്തുള്ള വേറെ ഹോട്ടലിൽ നിന്നായിരിക്കാം. പിന്നെ അവിടെ നിന്ന് വേറെ കസ്റ്റമർക്ക്, അവിടെ നിന്ന് വേറെ ഹോട്ടൽ, അങ്ങനെ മാറി മാറി ഒരു അലച്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ കുറേ ലോങ് പോകും, ചിലപ്പോൾ ചുറ്റും അടുത്തൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇൻസ്റ്റാമാർട്ട് വരുന്നത്, നമുക്ക് ഈ പറയുന്ന ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓഫീസ് ഉണ്ടല്ലോ, ഷോപ്പ്, അവിടെ നിന്ന് എടുത്തിട്ട് കസ്റ്റമർക്ക് കൊടുത്താൽ വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നത് ഇതേ ഇൻസ്റ്റാമാർട്ടിലേക്ക് മാത്രമാണ്. വേറൊരു സ്ഥലത്തേക്കും പോകേണ്ടി വരുന്നില്ല. ജസ്റ്റ് കസ്റ്റമർക്ക് കൊണ്ടുകൊടുക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ വരുന്നുള്ളൂ. മാത്രമല്ല അതിൽ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു 1000-1300 രൂപയ്ക്കാണ് അതിൻ്റെ ഏണിങ്സ് ഒരു ദിവസം നോർമലായിട്ട് എല്ലാവരും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ അത് മാത്രമായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഈ ഒരു ആഴ്ച കഴിഞ്ഞാൽ ഇൻസ്റ്റാമാർട്ട് മാത്രമാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോഴേ കറക്റ്റ് അറിയുള്ളൂ. എങ്കിൽ കൂടെ ഇൻസ്റ്റാമാർട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും പറഞ്ഞു വെച്ചാൽ തന്നെ ഒരു 1200-1300 രൂപ ഡെയിലി ഇൻസെൻറ്റീവ് അടക്കം 1300 രൂപ കിട്ടും. പിന്നെ വീക്കിലി എത്ര ഉണ്ട്, വീക്കിലി ഇൻസെൻറ്റീവ് എത്രയാണെന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ടില്ല, അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് അറിയുള്ളൂ. ഇപ്പം നിലവിലുള്ളത് ഒരു 1200-1300 രൂപ ഈ ഗ്രോസറി ഓടുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഫുഡ് ഡെലിവറി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ട്. ചില സമയത്ത് തീരെ ഉണ്ടാവില്ല. ചില ദിവസം ചിലപ്പോൾ 1300-ൻ്റെ മേലക്കും, ചില ദിവസം ചിലപ്പോൾ 600 രൂപ ഉണ്ടാവുള്ളൂ. അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാമാർട്ട് അല്ലെങ്കിൽ ഗ്രോസറിനെ കുറിച്ച് പലരും ചോദിച്ചിരുന്നു, അതെങ്ങനെയാണെന്നുള്ളത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കറക്റ്റ് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ എല്ലാ ഷോപ്പുകളിലും പോയിട്ട് സാധനങ്ങൾ എടുക്കലല്ല. ഇൻസ്റ്റാമാർട്ടിൻ്റെ ആ ഒരു ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ പോകുന്നു, അവിടെ നിന്ന് ഐറ്റം എടുത്തിട്ട് കസ്റ്റമർക്ക് കൊണ്ടുകൊടുക്കുന്നു, തിരിച്ച്. ഐറ്റംസ് എന്ന് പറഞ്ഞാൽ A to Z എല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും അവിടെ വരുന്നുണ്ട്. ഏകദേശം സൂപ്പർ മാർക്കറ്റിലുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, ആളുകൾ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ എടുക്കുന്നു, കൊണ്ടുകൊടുക്കും, തിരിച്ച് അവിടെ തന്നെ വരുന്നത്. അല്ലാതെ പല പല ഷോപ്പുകളിൽ പോകാനോ, അല്ലെങ്കിൽ അത് എത്ര കിലോമീറ്റർ, അതെത്ര 4 കിലോമീറ്റർ ആയിട്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ ഒരു 5.5 കിലോമീറ്റർ ആയിട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ 5.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്ത് നിന്നാണ് ഓർഡർ വരാം. അവിടേക്ക് കൊണ്ടുകൊടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. ഒരു ദിവസം 20-30 ഓർഡർ എടുക്കേണ്ടതെന്നാണ് അറിഞ്ഞത്. കറക്റ്റ് എന്തായാലും അടുത്ത മാസം, മീൻസ് അടുത്ത ആഴ്ച, ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാമാർട്ടിങ് മാറുന്നുണ്ട്. അപ്പോൾ ഞാനിത് നോക്കിയതിന് ശേഷം
അതിൻ്റെ ഒരു വീഡിയോ അത് മാത്രമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഫുഡ് ഡെലിവറി ആണോ അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട് എന്താണെന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞാൽ മതിട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.